അവസാനത്തെ 20 മിനിറ്റ് സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ നമുക്കൊരു ഹൈ തരുന്ന, എന്നാൽ തുടങ്ങാൻ വളരെ സ്ലോ ആയിട്ട് തുടങ്ങിയ ഒരു ആക്ഷൻ എൻ്റർടൈനറാണ് ടർബോ. പടം എന്തുകൊണ്ട് കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ 15 മിനിറ്റ് നൈസായിരുന്നു. അതിനകത്ത് മമ്മൂട്ടി എടുത്ത ഈ ക്ലൈമാക്സ് വൈശാഖിൻ്റെ വീക്ക്നെസ് ആണെന്ന് പറഞ്ഞ പോലെ ആ ക്ലൈമാക്സ് പൊളിയായിരുന്നു. 15 മിനിറ്റ് മമ്മൂട്ടി എടുത്താണ് എഫേർട്സ് ആക്ഷൻ ചെയ്താണ്. ഹാറ്റ്സ് ഓഫ്. അത് ഈ പ്രായത്തിൽ ടർബോ എന്ന് പറയുന്ന ആക്ഷൻ മൂവീസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്. നമ്മൾ ആക്ഷൻ മൂവീസിൽ പൊതുവെ നമ്മൾ ലോജിക്ക് നോക്കിയാലോ കഥയുടെ ഗതി നോക്കിയാലോ നമ്മൾ നിരാശപ്പെടും. പക്ഷേ ഈ സിനിമയിൽ തുടക്കത്തിൽ ഭയങ്കര പതിഞ്ഞ താളത്തിലാണ് തുടങ്ങിയത്. സാധാരണ ആക്ഷൻ സിനിമയുടെ പേസിലേക്ക് വന്നില്ല. പക്ഷേ അവസാനത്തെ ഒരു 15-20 മിനിറ്റ് ഒരു വർത്ത് വാച്ചിങ് ആണ്. കാരണം ആ ആക്ഷൻ രംഗങ്ങൾ നമ്മളധികം മലയാള സിനിമയിൽ കണ്ട് ശീലമില്ലാത്ത രീതിയിലുള്ള ചില സീനുകൾ ഉണ്ടായിരുന്നു. പിന്നെ എന്ത് റോപ്പ് ഉപയോഗിച്ചാലും ടൂപ്പ് ഉപയോഗിച്ചാലും തൻ്റെ മെയ്വഴക്കം കൊണ്ട് നമുക്ക് ആ രംഗങ്ങൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് 20 മിനിറ്റിന് വേണ്ടിയിട്ടാണ് ഈ സിനിമ കാണേണ്ടത്. കാരണം തുടക്കത്തിൽ എനിക്ക് കാണാൻ പോകുന്നവർ ഇത് കാണുമ്പോൾ ഇതെന്താണ് പറഞ്ഞ പോലെ വരുന്നില്ല എന്ന് പറയുന്നത് നിങ്ങൾ കാത്തിരിക്കുക. സെക്കൻഡ് ഹാഫിൽ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ആക്ഷൻ ഉണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു റോളാണ് രാജ്വി ഷെട്ടിയുടെ വില്ലൻ. നമുക്കറിയാം പുള്ളി മുൻപും ചെയ്തിട്ട് വിജയിച്ച റോളാണ്. ഞെട്ടിച്ചറിഞ്ഞ ബിന്ദു പണിക്കരാണ്. കോമഡി ആണെങ്കിലും ചില ആക്ഷൻ ടെൻഷൻ രംഗങ്ങളിൽ അത് ലൈറ്റാക്കാൻ വേണ്ടി ബിന്ദു പണിക്കരുടെ ഒരു ക്യാരക്ടർ റോഷാക്കിന് ശേഷം അതിശക്തമായ ഒരു വേഷമാണ് പറയുന്നിരിക്കുക. അപ്പോൾ എനിക്ക് ഈ മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും ബെസ്റ്റാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനറിയില്ല. ഈ ഇറങ്ങിയ സിനിമയിൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും ലാസ്റ്റ് പൊസിഷനിൽ വരുന്ന ഒരു സിനിമയായിരുന്നു ടർബോ. അതെടുത്ത് പറയേണ്ടതുണ്ട്. കാരണം പക്ഷേ ആക്ഷൻ സിനിമകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർക്ക് അതിഗംഭീരമായി ഇഷ്ടപ്പെടുന്ന ആക്ഷൻ ബ്ലോക്കുകളുള്ള മമ്മൂട്ടി എന്ന മാസ് ഹീറോയെ ആരാധിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചിത്രം എന്ന രീതിയിൽ ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ് ടർബോ. അതെ, അത് ഇപ്പോഴുള്ള എല്ലാ സിനിമയിലും കാണുന്നുണ്ട്. അതിൽ എത്ര പേർക്ക് ഇപ്പോൾ തമിഴ് അതുപോലെ തന്നെയുള്ള കൂടുതൽ കഥ നടക്കുന്നത് ചെന്നൈയിലാണ്. അപ്പോൾ ആ തമിഴ് എലമെൻ്റ് എനിക്ക് തോന്നുന്നു തമിഴ് ഓഡിയൻസിന് ഇത് കൂടുതൽ അപ്പീലാവുന്ന രീതിയിലും കൂടി ചെന്നൈയിൽ നടക്കുന്ന കഥ എന്ന് നമ്മൾ ജോസേട്ടൻ എന്ന് പറയുമ്പോൾ അവർ ഇൻ്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എല്ലാ മലനാട്ടിലും ആ രീതിയിൽ നടക്കുന്ന കഥയല്ല, ചെന്നൈയിൽ നടക്കുന്ന കഥയാണ്. പിന്നെ ക്ലൈമാക്സിലൊരു സെക്കൻഡ് ഭാഗം ഉണ്ടാവും എന്നുള്ള ഒരു വലിയൊരു രീതിയിലുള്ള സെക്കൻഡ് ഭാഗം ഉണ്ടാവും എന്നുള്ള സൂചനയോടെയാണ് സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ തൃപ്തിപ്പെടുത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കാര്യം പറയാം. ഫൈറ്റും ഉഗ്ര ഫൈറ്റാണ് മമ്മൂക്ക ഈ പ്രായത്തിൽ. അത് ഹാറ്റ്സ് ഓഫ്. ഗംഭീര ഫൈറ്റാണ്. ക്ലൈമാക്സ് ഒക്കെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതാണ്. ഉഗ്ര ക്ലൈമാക്സ് ആണ്. സിറ്റുവേഷൻ ഒക്കെ നല്ല ഗംഭീരമായിട്ട്. ഫൈറ്റ് മാസാണ്, അതാണ്. വേറെ ഒന്നും എനിക്കൊരു എൻഗേജിങ് ആയിട്ടൊന്നും നോർമൽ ക്ലീശ ഒരു ഫൈറ്റ് ഉഗ്രം. ഫൈറ്റ് എടുത്ത് പറയുന്ന സംഭവമാണ്. പടം എന്തുകൊണ്ട് കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ 15 മിനിറ്റ് നൈസായിരുന്നു. അതിനകത്ത് മമ്മൂട്ടി എടുത്ത ഈ ക്ലൈമാക്സ് വൈശാഖിൻ്റെ വീക്ക്നെസ് ആണെന്ന് പറഞ്ഞ പോലെ ആ ക്ലൈമാക്സ് പൊളിയായിരുന്നു. 15 മിനിറ്റ് മമ്മൂട്ടി എടുത്താണ് എഫേർട്സ് ആക്ഷൻ ചെയ്താണ്. ഹാറ്റ്സ് ഓഫ്. അത് ഈ പ്രായത്തിൽ ചാട്ട് മുതൽ നമുക്ക് മാസ് പടമാണെങ്കിൽ നമുക്കൊരു ഇമോഷണൽ കണക്ട് പ്രേക്ഷകർ കിട്ടിയാലേ പടത്തിലേക്ക് ഇന്നാവുള്ളൂ. അത് ഈ പടത്തിൽ മിസ്സിങ് ആയിരുന്നു. കുറേ ആപ്പിങ്സ് നടക്കുന്നുണ്ട്, പക്ഷേ ഒന്നൊരു ഇമോഷണൽ കണക്ട് വരുന്നില്ല. ചുമ്മാ വെറുതെ കണ്ടിരിക്കാവുന്ന ഒരു വൺ ടൈം വാച്ചബിൾ മൂവി വരെ ആയിരുന്നു. പക്ഷേ ക്ലൈമാക്സ് എനിക്ക് ഹുക്ക് ചെയ്തു. നല്ല ഫീൽ ഉണ്ടായിരുന്നു. ആൻഡ് സെക്കൻഡ് പാർട്ട് പോലെ വരുന്നുണ്ട്, അത് നൈസായിരുന്നു. സോ അതുവരെ എന്നെ ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ചെയ്തുകൊണ്ട് ക്ലൈമാക്സ് ആയപ്പോൾ പൊളിയായിരുന്നു. മമ്മൂട്ടിയേക്കാൾ കൂടുതൽ അത് സ്കോർ ചെയ്യണ ബിന്ദു പണിക്കറാണ്. ബിന്ദു പണിക്കറുടെ ക്യാരക്ടർ നൈസായിരുന്നു. പിന്നെ BGM കൊള്ളായിരുന്നു. ഓവറോൾ പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വൺ ടൈം വാച്ചബിൾ മമ്മൂട്ടിയുടെ ആക്ഷൻ വന്ന് കാണാൻ പറ്റിയ ഒരു മൂവി. ക്ലൈമാക്സ് പൊളിയായിരുന്നു. മാസ് കൂടി പോയല്ല ചേട്ടാ. നമുക്ക് മാസ് ഉണ്ടെങ്കിലും നമുക്ക് പ്രേക്ഷകർക്ക് ഫീൽ ചെയ്യണം ഇടിക്കണം എന്നുള്ളത്. ആ ഒരു ഇമ്പാക്റ്റ്, ഒരു ഇമോഷണൽ കണക്ട് അത് കിട്ടിയില്ല. എനിക്ക് കിട്ടിയില്ല പേഴ്സണലി. ഇനിയിപ്പോൾ ബാക്കി കിട്ടില്ല. എനിക്ക് പേഴ്സണലി ഒരു വിലാർജം എടുത്തില്ല. ടർബോ പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഞാൻ മമ്മൂക്കയുടെ ഫൈറ്റ് കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. ആ ഫൈറ്റ് ഈ പടത്തിൽ എന്തായാലും കാണാൻ പറ്റി. പിന്നെ മമ്മൂട്ടി കമ്പനി ഒന്നും കാണാണ്ട് ഈ പടം പിടിക്കില്ലെന്ന് 100% ഇപ്പോൾ തെളിയിച്ചേക്കാണ്. പടം ഒരു 1.5 ഇടിപ്പടം അങ്ങനെ വേണം പറയാം. പിന്നെ ക്ലൈമാക്സൊക്കെ കൊണ്ട് നിർത്തിക്കുന്ന സെക്കൻഡ് പാർട്ടിലേക്ക് ഒരു എൻട്രി പോലെയാണ്. സെക്കൻഡ് പാർട്ടൊക്കെ വരും, എന്തായാലും വരും. അത് എന്തായാലും കിടക്കുമെന്ന് ഉറപ്പുണ്ട്. പിന്നെ ഇതിൽ വില്ലെന്ന് പറഞ്ഞാൽ രാജ്വി ഷെട്ടി. പുള്ളിനെ കാണാൻ ഒരു വില്ലെന്ന് ലുക്കില്ലെങ്കിലും പുള്ളിയുടെ ഗ്യാങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു കട്ട വില്ലൻസൊക്കെ ശരിക്കും കയറി വന്നിട്ടുണ്ട്. എന്തായാലും പടം ഞെരിപ്പടം. അത് മാസ് മാത്രമേ ഉള്ളൂ പടത്തിൽ. ഫൈറ്റിന് ഒരു ഫൈറ്റൊന്നുമല്ല, ഫൈറ്റ് പോലെ ചവറ് പോലെ ഫൈറ്റാണ്. എന്തായാലും കിട്ടുന്നതന്നെ. പിന്നെ ആ ഫൈറ്റിലൊക്കെ മമ്മൂക്കയുടെ പെർഫോമൻസ്, പിന്നെ ക്ലൈമാക്സ് ഫൈറ്റ് വരുമ്പോൾ മമ്മൂക്കയുടെ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്ത് കാണാൻ പറ്റും. ഒക്കെ തിയേറ്ററിൽ നിന്ന് ആസ്വദിക്കാവുന്ന സംഭവം. പിന്നെ ഫാമിലിക്കൊക്കെ ധൈര്യമായിട്ട് കയറാം. കാരണം ഇതൊരു ഫാമിലി കണക്ട് ആയിട്ട് ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ കൊണ്ടുവരും. അതൊക്കെ നമുക്ക് രസമായിട്ട് തിയേറ്ററിൽ ഇരുന്ന് കാണാം. എന്തായാലും ഞെരിപ്പടം.
എൻ്റെ കാൽക്കുലേഷനിൽ ഞാൻ പറഞ്ഞില്ലേ 300 കോടിയാണ് ഞാൻ എൻ്റെ ഒരു കാൽക്കുലേഷൻ. അത് അടിക്കോ ഇല്ലെന്ന് പറഞ്ഞുകൂടാ. എന്തായാലും ഞാൻ 300 തന്നെ പറയും. കാരണം കന്നഡ, തെലുങ്ക് അവിടെയൊക്കെ ഇതിപ്പോൾ 72 രാജ്യങ്ങളിലല്ലേ റിലീസ്. അപ്പോൾ പിന്നെ എന്തായാലും അത് വെട്ടിക്കും, ഉറപ്പാണ് കാര്യം. എന്തായാലും പടം പടം എല്ലാവർക്കും ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ, കാണാനുള്ള പതിവ്. സൂപ്പർ പടം, പക്ക ഫാമിലി മാസ് എൻ്റർടൈനർ എന്ന് പറയാൻ പറ്റും. കാരണം ഫാമിലിക്ക് കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് മേക്ക് ചെയ്തേക്കുന്നത്. മമ്മൂക്കയുടെ അഴിഞ്ഞാട്ടം, 72-കാരൻ്റെ അഴിഞ്ഞ. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഇതുപോലെ യങ് സൂപ്പർ സ്റ്റാർസിന് പോലും ഇതുപോലെ സ്റ്റണ്ട് ചെയ്യാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ ഈ രീതി മേക്ക് ചെയ്ത ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജോസേട്ടൻ്റെ അഴിഞ്ഞാട്ടം എന്ന് പറയും. രാജ്മി ഷെട്ടി കട്ടയ്ക്ക് നിൽപ്പുണ്ട്. ക്ലൈമാക്സിൽ വലിയ ട്വിസ്റ്റ് ഇട്ടാണ് പടം നിർത്തിയേക്കുന്നത്. നോ മാജിക് ഫാഷൻ ഐറ്റം തന്നെയാണ്. നോ ഡൗട്ട്. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ്.